വിഘടനവാദ നീക്കവുമായി തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ. മണ്ഡല പുനർനിർണയത്തിന് എതിരെ സ്റ്റാലിൻ വിളിച്ച മുഖ്യമന്ത്രിമാരുടെ യോഗം ഇന്ന് ചെന്നൈയിൽ ചേരുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ തുടങ്ങിയവർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, ഈ മുഖ്യമന്ത്രിമാരുടെ 4 സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാരുടെ യോഗത്തിന് കോപ്പ് കൂട്ടിയത് അല്ലെങ്കിൽ അതിനുവേണ്ടി കളം ഒരുക്കിയത് തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിനാണ്. ആ യോഗത്തിലേക്ക് കേരള, അതുപോലെ തന്നെ തെലങ്കാന, പഞ്ചാബ് മുഖ്യമന്ത്രിമാരും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നു. മണ്ഡല പുനർനിർണയത്തിനെതിരെ എന്ത് നീക്കം നടത്താം, അല്ലെങ്കിൽ ദേശീയ തലത്തിൽ ഇത്തരത്തിൽ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ പുതിയ മണ്ഡലങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായും അത് വടക്കേ ഇന്ത്യയിൽ സീറ്റുകൾ വർദ്ധിക്കും. അപ്പോൾ അത്തരത്തിലുള്ള നീക്കങ്ങൾ മുൻനിർത്തി പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള വിഘടനവാദ സന്ദേശങ്ങൾ ജനങ്ങളിലേക്ക് പ്രചാരണപരമായി എത്തിക്കുക, അതുതന്നെയല്ലേ ഈ യോഗത്തിൻ്റെ ലക്ഷ്യം? ഗൗതം. വിനോദം, തീർച്ചയായിട്ടും വിഘടനവാദത്തിന്റെ ഒരു ആശയം കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നതാണ് ഈ എം.കെ. സ്റ്റാലിന്റെ ഈ നിലപാട്. ഇപ്പോൾ ഈ യോഗം തമിഴ്നാട്ടിലെ ചെന്നൈയിൽ ആരംഭിച്ചിരിക്കുകയാണ്. മണ്ഡല പുനർനിർണയം എന്നത് നാടിന്റെ പുരോഗതിയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. കാരണം രാജ്യത്ത് ജനസംഖ്യ വലിയ തോതിൽ വർദ്ധിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ലോക്സഭാ മണ്ഡലങ്ങളും നിയമസഭാ മണ്ഡലങ്ങളും പുനർനിർണയിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്. അടുത്ത വർഷത്തിൽ ഇതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. എന്നാൽ മണ്ഡല പുനർനിർണയത്തിനെ എതിർത്തുകൊണ്ടാണ് ഇപ്പോൾ മുഖ്യമന്ത്രി സ്റ്റാലിന്റെ നേതൃത്വത്തിൽ ഈ യോഗം നടക്കുന്നത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ യോഗത്തിൽ പങ്കെടുക്കുവാൻ ചെന്നൈയിൽ എത്തിയിരിക്കുന്നു. കോൺഗ്രസിൽ നിന്നും തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ ഭാഷാ യുദ്ധത്തിന് ശേഷം ഇപ്പോൾ ഈ മണ്ഡല പുനർനിർണയത്തെ എതിർത്തുകൊണ്ട് സ്റ്റാലിന്റെ നേതൃത്വത്തിൽ മറ്റൊരു വിഘടനവാദ ശ്രമം തന്നെയാണ് ഈ തമിഴ്നാട്ടിൽ നടക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇന്ത്യ സഖ്യത്തിലെ ഒരുപാട് നേതാക്കൾ ഈ യോഗത്തിനായി എത്തിയിട്ടില്ല എന്നതും ഇതോടൊപ്പം കൂട്ടി വായിക്കേണ്ടതാണ്. വിനോദ്, അപ്പോൾ ഈ 4 സംസ്ഥാനങ്ങൾ എന്ന് പറയുമ്പോൾ കേരളം, തമിഴ്നാട്, തെലങ്കാന, പഞ്ചാബ്, ഈ സംസ്ഥാനങ്ങൾ മണ്ഡല പുനർനിർണയത്തിൽ മണ്ഡലങ്ങളുടെ എണ്ണം കുറയുന്ന സംസ്ഥാനം എന്നുള്ള നിലയിലാണോ ഇവരെ ഇപ്പോൾ സ്റ്റാലിൻ വിളിച്ചിട്ടുള്ളത്? ഗൗതം, അങ്ങനെ കണക്കാക്കാൻ കഴിയുമോ? നിലവിൽ കേരളത്തിനും അതോടൊപ്പം തന്നെ ദക്ഷിണേന്ത്യക്കും ഈ കാര്യമായ പരിഗണന മണ്ഡല പുനർനിർണയത്തിൽ കിട്ടത്തില്ല എന്നതാണ് ഈ സ്റ്റാലിൻ ഉൾപ്പെടെയുള്ളവർ ഉന്നയിക്കുന്ന ആരോപണം. പക്ഷെ ഇത് ഓരോ അടിസ്ഥാനത്തിലെയും ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാണ് ഈ മണ്ഡല പുനർനിർണയം നടക്കുന്നത്. അത് നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ ഇക്കാര്യം വിശദീകരിച്ചാണ്. ഓരോ സംസ്ഥാനങ്ങളിലെയും ജനസംഖ്യ കണക്കാക്കിയുള്ള വികസനമാകും നടക്കുക. അതിൽ തമിഴ്നാട്, അതോടൊപ്പം തന്നെ ഈ കേരളം തുടങ്ങിയ സംസ്ഥാനങ്ങൾ, ഇപ്പൊ ഉത്തർപ്രദേശുമായിട്ടൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ അത് അത്രയും സീറ്റുകളുടെ വർധന ഈ സംസ്ഥാനങ്ങളിൽ ഉണ്ടാകില്ല. അതിന്റെ കാരണം അത് ജനസംഖ്യയുമായി ബന്ധപ്പെട്ടതാണ്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജനസംഖ്യ കൂടുതലാണ്. എന്നാൽ അത് രാഷ്ട്രീയമായി തങ്ങൾക്ക് തിരിച്ചടിയാകുമെന്ന വാദത്തോടു കൂടിയാണ് ഇത്തരം ഒരു യോഗം ഇപ്പോൾ സ്റ്റാലിൻ തമിഴ്നാട്ടിൽ വിളിച്ചു ചേർത്തിരിക്കുന്നത്. വളരെ വ്യക്തമാണ്. മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ട് അതിനെ എതിർക്കാൻ വിഘടനവാദ സന്ദേശവുമായിട്ടാണ് തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ ചെന്നൈയിൽ യോഗം വിളിച്ചിട്ടുള്ളത്. കേരള മുഖ്യമന്ത്രിയും തെലങ്കാന, പഞ്ചാബ് മുഖ്യമന്ത്രിമാരും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും ഗൗതം അനന്തനാരായണൻ.